empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച പുതിയ നിയമത്തിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ തിമോത്തിയോസിന്റെ വലിയമ്മയായ ലോവീസിനെയും അമ്മയായ എവോനിക്കയെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. തങ്ങൾ പുലർത്തി വന്ന കാത്തു സൂക്ഷിച്ച ഒരു നിർവ്യാജമായ വിശ്വാസം, ആത്മാർത്ഥമായ ജനുവിനായ ആ ഒരു വിശ്വാസം, അത് തങ്ങളുടെ തലമുറയിലേക്ക് തിമോത്തിയോസിന് പകർന്നു നൽകുന്നതിൽ അവർ വളരെയേറെ വിജയിച്ചുവെന്ന് പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, വലിയ നോയമ്പിലാണ് നാം ഓരോരുത്തരും. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പോരായ്മകളെല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനായി പ്രായശ്ചിത്ത പ്രവൃത്തികളിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ വിശ്വാസം നിർവ്യാജമാണോ? അതിൽ കാപട്യമുണ്ടോ? നമ്മൾ പറയുന്നത് നമുക്ക് ജീവിച്ച് കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നമുക്കൊരു സാക്ഷ്യമായി മാറുവാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് സ്വയം ചിന്തിക്കാം. എവോനിക്കയെയും ലോവീസിനെയും പോലെ നിർവ്യാജമായ വിശ്വാസത്തിന് ഉടമകളായി നമുക്ക് മാറാം. സങ്കീർത്തകനായ ദാവീദ് ഈ ഒരു നിർവ്യാജമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 40-ാം സങ്കീർത്തനം 8-ാം തിരുവാക്യം ഇപ്രകാരമാണ് പറയുന്നത്: എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം, അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. സങ്കീർത്തകനായ ദാവീദ് പറയുകയാണ്, കർത്താവിന്റെ ഹിതം നിറവേറ്റുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന്. അദ്ദേഹം എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് കർത്താവിന്റെ നിയമമാണെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേക തലത്തിലേക്ക് ഉയരുവാനായി നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് നമുക്ക് സമർപ്പിക്കാം. മാനുഷികമായി നമുക്കതിന് സാധിക്കുകയില്ല. കർത്താവിന്റെ ഹിതത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നമ്മുടെ മാനുഷികത നമ്മെ സമ്മതിക്കുകയില്ല. ഇവിടെ പരിശുദ്ധാത്മ സഹായം നമുക്ക് കൂടിയേ തീരൂ. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ ഭവന അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നിർവ്യാജമായ വിശ്വാസത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും മാറുവാൻ, ആ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമുക്ക് ആത്മാർത്ഥമായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഏക മനസ്സോടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവിന്റെ സ്വന്തമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ. ആത്മാ Spirit of God, come down. Spirit of God, rain down. Spirit of God, come into my heart. Spirit of God, rain down. Let your power fall on me. Oh, Spirit of God, fire fall on me. Spirit fall on me. Let your power fall on me. Oh, Spirit of God, fire fall on me. Spirit fall on me. Praying rain down, down, rain down in my life. Oh, rain down, rain down. Spirit of God, rain down, down, rain down in my life. Oh, rain down, rain down. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തിയായി വന്ന് നിറയണമേ, അഗ്നിയായി വരണമേ. പരിശുദ്ധാത്മാവേ, ക്രിസ്തുവിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ.
ഞങ്ങളുടെ ദൂഷ്യ സ്വഭാവങ്ങളെല്ലാം കരിച്ചു കളയണമേ ആത്മാവേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. Rain down, down, rain down in my life. Oh, rain down, rain down, Spirit of God, rain down, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറയണമേ. നിറഞ്ഞ അഭിഷേകത്താൽ ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ശക്തിയായി നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ ശക്തിയായി അഗ്നിയായി വരണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തിയായി നിറയുവാൻ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകത്താൽ നിറഞ്ഞ മക്കളായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്താൽ പൂരിതമാകുവാൻ ഔസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിമോത്തിയോസിന്റെ അമ്മയായ യൗവനിക്കയുടെയും വലിയമ്മയായ ലോവീസിന്റെയും ആ ഒരു നിർവ്യാജമായ വിശ്വാസം തങ്ങളുടെ മകനായ തിമോത്തിയോസിന് അവർ പകർന്നു കൊടുത്ത ഒരു നിർവ്യാജമായ വിശ്വാസത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. നമുക്ക് ആ തിരുവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവാക്യം. നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യൗവനിക്കായ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പൗലോസ്ലീഹയ്ക്ക് നല്ല ഉറപ്പാണ്. ആ ഒരു ഉറപ്പോടെയാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി വെക്കുന്നത്. തുടർന്ന് 3-ാം അധ്യായം അവിടെ 14-15 തിരുവാക്യങ്ങളിൽ ഇതേക്കുറിച്ച് കൂടുതലായി പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചത് എന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ പൗലോസ്ലീഹ ഈ 2 വാക്യങ്ങളിലൂടെ വീണ്ടും തിമോത്തിയോസിന്റെ അമ്മയുടെയും വലിയമ്മയുടെയും ആ ഒരു വലിയ പങ്കിനെ കുറിച്ച് നമുക്ക് ബോധ്യം നൽകുകയാണ്. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് വീണ്ടും പറയുകയാണ്, നീ ആരിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതെന്ന് നിനക്ക് അറിയാമല്ലോ. നമ്മൾ ആദ്യം കണ്ടു ആരിൽ നിന്നാണ് എന്നത്. തുടർന്ന് പറയുകയാണ്, ബാല്യം മുതലേ ഈ കാര്യങ്ങളെല്ലാം നീ പഠിച്ചു വന്നിട്ടുള്ളതാണല്ലോ. അതായത് തിമോത്തിയോസ് തന്റെ ബാല്യകാലം മുതൽ തന്നെ കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ വചനങ്ങളെ കുറിച്ചും തിരുലിഖിതങ്ങളെ കുറിച്ചും എല്ലാം വളരെ ജ്ഞാനത്തോടെ വളരെ മനസ്സിലാക്കിയാണ് ആ തിമോത്തിയോസിനെ അവന്റെ അമ്മയും വലിയമ്മയും വളർത്തിക്കൊണ്ടുവന്നത്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു മിഷനറി ആയി തിമോത്തിയോസ് മാറുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം
2ഉം 3ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ തിരുവാക്യം പറയുകയാണ്, ലിസ്ത്ര, ഇക്കോണിയം എന്നിവിടങ്ങളിലെ സഹോദരങ്ങൾക്ക് അവനെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു. തിമോത്തിയോസിനെ പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു. അവനെ തന്റെ കൂടെ കൊണ്ടുപോകാൻ പൗലോസ് തീരുമാനിച്ചു. അന്നത്തെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വളരെ മതിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ യൗവനത്തിലായിരുന്നു തിമോത്തിയോസ് ഫുൾ ടൈമറായി കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസ് ശ്ലീഹായുടെ കൂടെ യാത്ര തിരിക്കുന്നത്. ഇതിന്റെ ബേസ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടതാണ്. അവന്റെ വലിയമ്മയായ ലോവീസും അമ്മയായ യവൂനിക്കയുമാണ് ബാല്യം മുതലേ അവനെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്, അവന് നിർവ്യാജമായ വിശ്വാസം പകർന്നു കൊടുത്തത്. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഈ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ബാല്യം മുതൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ട ആ ഒരു വലിയ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഇന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. സുഭാഷിതങ്ങൾ 22-ാം അധ്യായം 6-ാം തിരുവാക്യം നമുക്കൊക്കെ പരിചിതമായ വചനമാണ്. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. തിരുവചനം ഊന്നി പറയുകയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഇതിന്റെ പ്രൂഫായിട്ടാണ് നമുക്ക് മുൻപിൽ കർത്താവ് തിമോത്തിയോസിനെ കൊണ്ട് നിർത്തുന്നത്. ലോവീസും യവൂനിക്കയും ശൈശവത്തിൽ തന്നെ അവൻ നടക്കേണ്ട വഴി അവന് കാണിച്ചു കൊടുത്തു. എത്ര വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും കഷ്ടപ്പാടുകളുടെ മുൻപിലായിരിക്കുമ്പോഴും അവൻ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. അവന്റെ ജീവിതകാലം മുഴുവൻ ആ ഒരു ശൈശവത്തിൽ അവന് ലഭിച്ച വിശ്വാസത്തിൽ അവൻ അടിയുറച്ച് വളരുകയാണ് ചെയ്യുന്നത്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം അവിടെ 6ഉം 7ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. തിരുവചനം കൃത്യമായി നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഈ വചനത്തെ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ദൈവവചനത്തെ നിങ്ങൾ ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കണമെന്നാ പറയുന്നത്. എത്രയോ വലിയൊരു ആഹ്വാനമാ കർത്താവ് നമുക്ക് നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ വീണ്ടും നമുക്ക് കാണാം, അബ്രാഹത്തെ കർത്താവ് തെരഞ്ഞെടുത്തു, വേർതിരിച്ചു. അന്നത്തെ ആ സമൂഹത്തിൽ കർത്താവിനായി മാറ്റി നിർത്തി. എന്തിനായിരുന്നു അബ്രാഹത്തിന്റെ ആ തെരഞ്ഞെടുപ്പ്? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 19-ാം തിരുവാക്യത്തിലാണ് ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുക. തിരുവചനം പറയുകയാണ്, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. വളരെ കൃത്യമായി അബ്രാഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഒരു വചനം നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്നുണ്ട്. എത്രമാത്രം ഈ ഒരു കർത്താവിന്റെ ആഹ്വാനത്തോട് നമ്മൾ സഹകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അബ്രാഹാം പൂർണ്ണമായും സഹകരിച്ചു. അബ്രാഹാം തന്റെ തലമുറയെ കർത്താവിന് വേണ്ടി നേടി. തുടർന്ന് അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്കിന്റെ തലമുറയെ, തുടർന്ന് യാക്കോബിന്റെ തലമുറയെല്ലാം കർത്താവിന്റെ വചനത്തിൽ ഉറപ്പിക്കാൻ അബ്രാഹത്തിന് കഴിഞ്ഞു. തന്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കർത്താവിന്റെ ആ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കർത്താവ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് വിളിക്കപ്പെടുന്നത്. അവരെല്ലാവരും കർത്താവിന്റെ ആഹ്വാനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയവരായിരുന്നു.
തുടർന്ന് വീണ്ടും നിയമാവർത്തന പുസ്തകം 11 അധ്യായം 19 തിരുവാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് കർത്താവിന്റെ കൽപ്പനകളെ പറ്റി, നിയമങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും നിങ്ങളുടെ മക്കളെ അരികിൽ കിട്ടുമ്പോഴെല്ലാം കർത്താവിന്റെ വചനങ്ങളെ കുറിച്ച്, അതിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാനാ കർത്താവ് പറയുന്നേ. അത് ബോറിംഗ് ആയിരിക്കുമെന്നോ, കുട്ടികളെ സംബന്ധിച്ച് അത് ദഹിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കർത്താവ് നടക്കാത്തൊരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുകയില്ല. കർത്താവ് പറയുകയാണ്, നിങ്ങൾ വീട്ടിലായിരുന്നാലും യാത്ര ചെയ്യുകയാണെങ്കിലും കിടക്കാൻ പോകുമ്പോഴും എല്ലാം കർത്താവിന്റെ നിയമങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കളോട് പറയണം. അതനുസരിക്കാൻ അവരോട് കൽപ്പിക്കണം. തുടർന്ന് വീണ്ടും കർത്താവ് പറയുകയാണ്, നിയമാവർത്തനം 32 അധ്യായം 7 തിരുവാക്യം, കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ, തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ, പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. ഇത് കർത്താവ് കുഞ്ഞുങ്ങളോടാ പറയുന്നത്. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ, അറിയേണ്ടുന്നതായ കാര്യങ്ങൾ നിങ്ങൾ പ്രായം ചെന്നവരോട്, പിതാക്കന്മാരോട്, നിങ്ങളെക്കാൾ മുതിർന്നവരോട് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കുവിൻ. ഇവിടെ കർത്താവ് കുഞ്ഞുങ്ങളോടാണ് ഇത് പറയുന്നതെങ്കിലും വലിയൊരു ഉത്തരവാദിത്വം ഇതിന്റെ പിറകിൽ മാതാപിതാക്കന്മാർക്കുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ തക്കവിധം ജ്ഞാനമുള്ളവരായിരിക്കണം മാതാപിതാക്കൾ. അത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണെന്നാണ് കർത്താവ് പറയുന്നത്. ഇത് തന്നെയാണ് പുറപ്പാടിന്റെ പുസ്തകം 12 അധ്യായം 24 വാക്യത്തിൽ കർത്താവ് വീണ്ടും ഉറപ്പിച്ചു പറയുന്നത്. ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം. ഇവിടെ കർത്താവ് പെസഹായുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് തലമുറയായി ഇത് അനുഷ്ഠിക്കണം എന്ന് പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലും ഒത്തിരിയേറെ ക്രിസ്തീയമായ അനുഷ്ഠാനങ്ങൾ നമ്മൾ കൊണ്ടാടുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടാടുന്ന സമയത്ത് പലപ്പോഴും കുഞ്ഞുങ്ങൾ പലതും ചോദിക്കാറുണ്ട്. അത് തന്നെയാണ് 26 വാക്യത്തിൽ കർത്താവ് തുടർന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ തൊട്ടു മുൻപ് നമ്മൾ കണ്ട വചനവും ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ മക്കൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, വിശ്വാസപരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നവരായി നിങ്ങൾ ഓരോരുത്തരും മാറണം. അതിന് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും, എല്ലാ ഉത്തരങ്ങളും പരിശുദ്ധ വചനം നമുക്ക് നൽകുന്നുണ്ട്. അതിന്റെ മുൻപിൽ, തിരുവചനത്തിന്റെ മുൻപിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഉത്തരം നൽകാനായി സാധിക്കും. അവർക്ക് കൽപ്പനകൾ എന്താണ്, അനുഷ്ഠാനങ്ങൾ എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരായി മാതാപിതാക്കന്മാർ മാറണമെന്നത് കർത്താവിന്റെ വലിയൊരു ആഗ്രഹമാണ്. ഇപ്രകാരം തങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ രൂപീകരിച്ചു കൊണ്ടുവന്ന ഒരു മാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായം അതിൽ 3 തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവളുടെ മാതാപിതാക്കന്മാർ, ഇവിടെ സൂസന്നയുടെ മാതാപിതാക്കളെ കുറിച്ചാണ് പറയുന്നത്. സൂസന്നയുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സൂസന്നയുടെ മാതാപിതാക്കൾ നാം ഓരോരുത്തർക്കും വലിയൊരു വെല്ലുവിളിയല്ലേ. അവർ നിയമമനുസരിച്ചുള്ള അവരുടെ ദൈവത്തിന്റെ പ്രമാണങ്ങളെല്ലാം അവർ തൻ്റെ മകളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സൂസന്നയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റിനു മുൻപിൽ സൂസന്ന ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. വളരെ ബോൾഡായിട്ട് അവൾ അത് ഫേസ് ചെയ്യുകയാണ്. കാരണം അവളുടെ മാതാപിതാക്കൾ അവളെ അതിന് സജ്ജീകരിച്ചിരുന്നു.
ഭൗതികമായി വേണ്ടുന്ന അറിവുകൾ പകർന്ന് അവരെ ഉയർന്ന നിലയിൽ എത്തിക്കുക മാത്രമല്ല മാതാപിതാക്കളുടെ മേൽ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം. അതിനേക്കാളും ഒത്തിരിയേറെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് ആത്മീയമായി അവരെ പക്വതയുള്ളവരാക്കുക, അവർക്ക് ആവശ്യമായതെല്ലാം പകർന്നു കൊടുക്കുക. ഇതാണ് ഇവിടെ സൂസന്നയുടെ മാതാപിതാക്കളും തിമോത്തിയോസിന്റെ അമ്മയും വലിയമ്മയും ഒക്കെ നമ്മളോട് പറയുന്നത്. അവർക്കൊക്കെ അത് സാധിച്ചു. അവർക്കത് സാധിച്ചതിനാൽ തന്നെ കർത്താവ് അവരെ പേരെടുത്ത് പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് പകർന്നു നൽകുകയാണ്. അവർക്കൊക്കെ അത് സാധിച്ചതിനാൽ തന്നെയാണ് ഈ പരിശുദ്ധ ബൈബിളിൽ അവരുടെയൊക്കെ പേരുകൾ നമ്മൾ കാണുന്നത്. ഇതിനു മുൻപ് നമ്മൾ പഠിച്ചതാണ് മോശയുടെ അമ്മ യോക്കെബെദിനെ കുറിച്ച്. എത്രമാത്രം കഷ്ടപ്പാടിന്റെ നടുവിലാണെങ്കിലും തന്റെ ദൈവത്തെക്കുറിച്ചും തന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ചും ആഹ്വാനങ്ങളെ കുറിച്ചും ഒക്കെ മോശയുടെ അമ്മയായ യോക്കെബെദ് മോശയെ പഠിപ്പിച്ചിരുന്നു, അവന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ. തുടർന്ന് വീണ്ടും നമ്മൾ കണ്ടു സാമുവേൽ പ്രവാചകന്റെ പ്രവാചകനായ സാമുവേലിന്റെ അമ്മയെ കുറിച്ച്, ഹന്ന. അവളും വളരെ ചെറുപ്പത്തിൽ തന്നെ സാമുവേലിന് കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ നിയമങ്ങളെ കുറിച്ചും ആഹ്വാനങ്ങളെ കുറിച്ചും ഒക്കെ പകർന്നു കൊടുത്തവളാണ്. എൻ്റെ പ്രിയ സഹോദരിമാരെ, അവർക്കൊക്കെ അത് സാധിച്ചു. അതിന്റെ ഫലം അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അവർ കാണുകയും ചെയ്തു. എത്രയോ വലിയ നേട്ടങ്ങളാണ്, ആത്മീയമായി പറയുമ്പോൾ എത്രയോ വലിയ നേട്ടങ്ങളാണ് അവരുടെ മക്കൾ കൊയ്തെടുത്തത്. കർത്താവിന് എത്രമാത്രം റിസൾട്ടാണ് അവർ നൽകിയത്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നാം ഓരോരുത്തരും ഈ ഒരു വിളി ലഭിച്ചവരാണ്. ലോവീസിനെ പോലെ, എവോനിക്കയെ പോലെ, യോക്കെബെദിനെ പോലെ, സൂസന്നയുടെ മാതാപിതാക്കളെ പോലെ, സാമുവേലിന്റെ അമ്മയെ പോലെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ പകർന്നു കൊടുക്കുന്നവരായി, കർത്താവിന്റെ വചനത്തെ പകർന്നു കൊടുക്കുന്നവരായി മാറണം. ആ ഒരു വിളിക്ക് പ്രത്യുത്തരം നൽകാനാണ് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കർത്താവ് നാം ഓരോരുത്തരെയും കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ ഒരു ആഹ്വാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. നമ്മളുടെ മക്കൾക്ക് ഒരു അനുഗ്രഹമായി നമുക്ക് രൂപാന്തരപ്പെടാം. കർത്താവിന്റെ പ്രബോധനങ്ങളെ, കർത്താവിന്റെ കൽപ്പനകളെ അവർക്ക് പകർന്നു കൊടുക്കുന്നവരായി നമുക്ക് രൂപാന്തരപ്പെടാം. ഈ ഒരു കൃപയ്ക്കായി, അഭിഷേകത്തിനായി കർത്താവിന്റെ മുൻപിൽ നമുക്ക് സ്തുതിയോടെ ആയിരിക്കാം. ഒപ്പം കർത്താവ് നൽകിയ ആഹ്വാനത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നന്ദി ഈശോയെ, നന്ദി പറയുകയാണ്. കർത്താവെ, അങ്ങ് നൽകുന്ന ആഹ്വാനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ല യാതൊന്നും ഇല്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ല ആർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി ഇതരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ഈശോയെ, നന്ദി, നന്ദി ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എവോനിക്കയിലൂടെയും ലോവീസിലൂടെയും കർത്താവ് നമുക്ക് നൽകിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ രൂപാന്തരീകരണങ്ങൾ വരുത്താം.
കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.